ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ, പ്രാർത്ഥനയെക്കുറിച്ച് ദിവസങ്ങളിലെല്ലാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണല്ലോ. 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് പൽക്കാലം നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. മത്തായി സുവിശേഷം 21-ാം അധ്യായം 22-ാമത്തെ വാക്യം, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവ് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ മുഴങ്കാൽ മടക്കി അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, നീ ഞങ്ങളെക്കുറിച്ച് കർത്താവെ ആഗ്രഹിക്കുന്ന വിധം കർത്താവ് നിൻ്റെ ഗീതം ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയിൽ മുന്നേറുവാൻ കർത്താവെ അങ്ങ് ഗോൽഗോഥയിൽ പ്രാർത്ഥിച്ചതുപോലെ, ഗതസമയം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും പ്രാർത്ഥിക്കാനായി ഉപയോഗിക്കണം. പ്രാർത്ഥനയിൽ പോകുന്ന ക്രൂരത ക്ഷമിക്കണമേ. പ്രാർത്ഥനയിൽ മുന്നേറുവാൻ ഞങ്ങൾ സഹായിക്കണം. നിൻ്റെ വചനം ഞങ്ങളുടെ കൂടെ ഇരിക്കണം. യേശു നാം തന്നെ. ആമേൻ. ഒരിക്കൽ കൂടി വചനം വായിക്കുന്നു. മത്തായി സുവിശേഷം 21-22. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. ക്രിസ്തുവോ. ഒന്നാമത് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. സ്തോത്രം. കഴിഞ്ഞ ഞാൻ ചില അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിട്ടല്ലോ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നമുക്ക് ലഭിച്ചു എന്ന വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുക. 2023 മെയ് മാസം 28-ാം തീയതി എൻ്റെ മൂത്ത പൈതൽ ജോയൽ ഒരു മരണകരമായ പ്രയാസം അവൻ്റെ ഷിപ്പിൽ വെച്ച് ഉണ്ടാകുവാൻ പെട്ടെന്ന് ഒരു മൈനർ അറ്റാക്ക് എൻ്റെ കുഞ്ഞിനുണ്ടാകുവാനിടയായിത്തീർന്നു. 21 വയസ്സേ ഉള്ളൂ. ദൈവം ആ നിമിഷങ്ങളിൽ അടിയനും പ്രാർത്ഥന ഇതുപോലെ ദിവസം മുഴങ്കാൽ മടക്കി. അന്ന് ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ ബഹറിലായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ഇളയ കുഞ്ഞും മോളുമായിട്ട് ഞങ്ങൾ ബഹറിലായിരുന്നു. ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് പ്രഭാതത്തിൽ ഞങ്ങൾ അന്ന് 28-ാം തീയതി ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അന്ന് 27-ാം തീയതിയായിട്ട് ഉപവാസ പ്രാർത്ഥനയിൽ ആരാധനയിൽ പ്രഭാതത്തിൽ രാത്രിയിലും ഞാൻ ദൈവദർശനം കാണിക്കുവാനിടയായി തീർന്നു. അത് എന്നെയായിട്ടാണ് ഞാൻ കണ്ടത്. സ്തോത്രം. ഞാനൊരു വളരെ സീരിയസ് ആയിട്ട് ഇതുപോലെ ഓക്സിജനും വെന്റിലേറ്ററായിട്ട് കിടക്കുന്ന ഒരു അനുഭവം ഞാനതെൻ്റെ സഹോദരിയോടും എൻ്റെ സഹോദരനോടും ഷെയർ ചെയ്യുവാനിടയായി തീർന്നു. അപ്പോഴും ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ജോയലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജോയലിന് എന്തോ ഒരു ആപത്ത് വരുന്നതായിട്ട് എന്നെ കാണും. പ്രിയ ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഉപവസിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവം നമുക്ക് വരുവാനുള്ളത് മുന്നമേ അറിയിക്കും. എൻ്റെ ദാസനെമാരെ അറിയിക്കാതെ ഞാൻ ഒന്നും ചെയ്യുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. സ്വതം നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കം ഇതാണ്. ദൈവം എന്നെ ദർശനം കാണിച്ചു, പ്രാർത്ഥിച്ചു. സ്തോത്രം. എൻ്റെ ഞങ്ങൾ 27-ാം തീയതി ആരാധനയ്ക്ക് ചർച്ചിൽ ഞങ്ങൾ മൊബൈൽ കൊണ്ടുപോകാറില്ല. ക്യാപ്റ്റൻ ഞങ്ങൾ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എൻ്റെ മോൻ്റെ കോളുകൾ കണ്ടു. ആ കോളിലേക്ക് തിരിച്ചു വിളിച്ചപ്പോൾ എൻ്റെ കുഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥയാണ് ഞാൻ കണ്ടത്. എന്നെ ദൈവം എങ്ങനെ ദർശനത്തിൽ ഞാൻ കിടക്കുന്നത് കണ്ടോ അതേപോലെ കിടക്കുന്ന അനുഭവം. ഒരൊറ്റ നോട്ടമേ ഞാൻ നോക്കിയുള്ളൂ. എനിക്ക് പിന്നീട് ഒന്നും കാണുവാനുള്ള ശേഷി എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. ആ രാത്രിയുടെ യാമത്തിൽ ഞങ്ങൾ സഹോദരങ്ങൾ ഒരുമിച്ച് മുഴങ്കാൽ മടക്കി കരയുവാനിടയായി തീർന്നു. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവ് ദൈവം തന്നൊരു വിശ്വാസം, എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിന് അനർത്ഥം വരുത്തുകയില്ല, എൻ്റെ കുഞ്ഞിനെ ദൈവം മടക്കി തരും. പ്രിയ മക്കളെ, എങ്ങനെയോ മുംബൈയിൽ വന്നു ലാൻഡ് ചെയ്തു. ഓടി വന്ന് എൻ്റെ പ്രാർത്ഥന റൂമിൽ കയറി ഞാൻ കവിണ് വീണ് ദിവസത്തിൻ്റെ കരയുവാനിടയായി തീർന്നു. ദൈവത്തോട് ഞാൻ ഒന്ന് മാത്രമേ ഹിസിക്കാവുന്നില്ല. വിളിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ ചുമരുകൾക്ക് നേരെ മുഖം മറച്ച് ദൈവസ്ഥനിൽ ഞാൻ കഥാവെ, ഞാൻ നീതിയോടെ നിഷ്കളങ്കതയോടെ കഥാവെ ഏകാഗ്രത ഹൃദയത്തോടെ ഹല്ലേലൂയ ഓടിയത് നീ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ പ്രാർത്ഥനാ മുറിയിൽ ഒന്ന് മാത്രമേ ഞാൻ കരഞ്ഞുള്ളൂ. കഥാവെ, ഞാൻ നിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയതാ, നിനക്ക് വേണ്ടി നിൽക്കുവാൻ വേണ്ടി പോയതാ, ഞാൻ നിൻ്റെ പൈതലാ. നീ എൻ്റെ കുഞ്ഞിനെ ഞാനിവിടെ പ്രാർത്ഥിച്ചു വിട്ടതുപോലെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് മടക്കി തരണമേ, ആയുസോടെ ആരോഗ്യത്തോടെ മടക്കി തരണമേ എന്ന് പ്രാർത്ഥിപ്പാനിടയായത്. പ്രിയ മക്കളെ, ദൈവം എൻ്റെ നിലവിളി കേൾക്കുവാനിടയായിരുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിലെ ഒരു വിശ്വാസം എൻ്റെ മറ്റാരെ കവിഞ്ഞ എനിക്ക് എൻ്റെ കൃതിയിലെ ഓരോ മരണഘട്ടത്തിലും ദൈവനെ വിളിപ്പിച്ച വിശ്വാസം എൻ്റെ കുഞ്ഞിനേക്ക് മടക്കി തരുമെന്ന്
എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവത്തിന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. രണ്ടാമത് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഉറപ്പോടെ പ്രാർത്ഥിക്കണം. മർക്കോസ് 9:23 പറയുന്നു, 1 പത്രോസ് 5:7 ഉറപ്പോടെ ലഭിച്ചു എന്ന വിശ്വാസത്തോടെ. ആ ധൈര്യമാണ് എനിക്ക് ദൈവം നൽകിയത്, ആ ഉറപ്പാണ് എനിക്ക് ദൈവം നൽകിയത്. ഉറപ്പോടെ ഞാൻ ദൈവത്തിന് കരയുവാൻ എൻ്റെ ദൈവം എനിക്ക് തന്നു, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരും എന്ന ഉറപ്പ് എൻ്റെ ദൈവം എനിക്ക് തരുവാനിടയായിരുന്നു. പ്രിയ ദൈവമക്കളെ, കരഞ്ഞ് പ്രാർത്ഥിച്ച് രണ്ടാമത്തെ ദിവസം അവനെ ദൈവം ഡിസ്ചാർജാക്കി. എൻ്റെ കുഞ്ഞ് ഹല്ലേലൂയ മടങ്ങി. ഏപ്രിൽ 3-ാം തീയതി ഭവനത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ പരിപാടിയായിത്തീർന്നു. ഞാൻ ഈ അനുഭവം കൂടെ ഷെയർ ചെയ്തെന്ത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത് പറയുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. മർക്കോസ് 9:23 പറയുന്നു ഉറപ്പോടെ പ്രാർത്ഥിക്കണം. മൂന്നാമത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, യോഹന്നാൻ 3:21 പറയുന്നു കൽപ്പനകൾ പ്രമാണിച്ച് പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 66:18 പറയുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്ന ദൈവിക ദൂതുകൾ ദൈവം നമുക്ക് വചനത്തിൽ തന്നിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പ എന്ന് വിളിക്കുകയല്ല, അവൻ്റെ ഹിതം, അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ എത്രയും മക്കളെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അപ്പോൾ കൽപ്പനകൾ പ്രമാണിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. നാലാമത് നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം. 2 ദിനവൃത്താന്തം 7:14 നമ്മൾ അകൃത്യങ്ങളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരു ശുദ്ധീകരണത്തോടെ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ നമ്മൾ പ്രാർത്ഥനാക്കുറവാണോ നമ്മുടെ പാവങ്ങൾ കൊണ്ടാണോ, അല്ല നമ്മൾ വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാക്കുറവുകൾ കൊണ്ടാണോ നമ്മൾ ജീവിതത്തിൽ ഈ അവസ്ഥകൾ കടന്ന് വന്ന് സ്വയം ശോധന ചെയ്ത് നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം. 5-ാമത് പറയുന്നത് യാക്കോബ് 4:8 ശുദ്ധീകരണത്തോടെ പ്രാർത്ഥിക്കണം. സ്തോത്രം. നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ തന്നെ കഴുകി ശുദ്ധീകരിക്കുക. 14:3 പറയുന്നു ശുദ്ധീകരണത്തോടെ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകണം. നമ്മളെ പാപങ്ങളെ, നമ്മളെ അകൃത്യങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വന്ന പോയ എല്ലാ തെറ്റുകളെയും ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണത്തോടെ പ്രാർത്ഥിക്കണം. യാക്കോബ് 4:9 പറയുന്നു കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഉറച്ച നിലവിളിയോടെ തകർന്ന ഹൃദയത്തോടെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കമിഴ്ന്ന് കിടന്ന് കണ്ണുനീരോടെ നിലവിളിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ആ കണ്ണുനീരിൻ്റെ മുമ്പിലാണ് ദൈവം നിന്നത്. നമ്മൾ വചനം പറയുന്നുണ്ട്, എവിടെയും കണ്ണുനീരിൻ്റെ മുമ്പിലാണ് ദൈവം നിന്നിട്ടുള്ളത്. ആഹാറിൻ്റെ നിലവിളിക്ക് മുമ്പിലല്ല നിന്നത്, ബാലൻ്റെ നിലവിളിക്കുമ്പോഴാണ് നിന്നത്. സ്തോത്രം. ഹന്നായുടെ കണ്ണുനീരിന് മുമ്പിലാണ് ദൈവം നിന്നത്. സ്തോത്രം. എവിടെയും നമുക്ക് കാണാം, ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണുനീരിന് മുമ്പിൽ, അവരുടെ നിലവിളിക്ക് മുമ്പിലാണ് ദൈവം നിന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ആകിയാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ സ്വർഗ്ഗസ്ഥനായ പിതാവേ, ദൈവം പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 14:13, 14, 15, 16 എബ്രായ ലേഖനം 7:25 പറയുന്നു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ വേണം നമ്മൾ പ്രാർത്ഥിപ്പാൻ. നമ്മുടെ നമ്മളെ വാക്കുകൾ കൊണ്ട്, നമ്മളെ കയ്യിലുള്ള നമ്മളെ ബുദ്ധി കൊണ്ടൊന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ, അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ വേണം നാം പ്രാർത്ഥിക്കുവാൻ. എപ്പോഴും പ്രാർത്ഥിക്കണം. ലൂക്കോസ് 18:1 പറയുന്നു എപ്പോഴും പ്രാർത്ഥിക്കണം, അടുത്ത് പോകാതെ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴും ചിലർ പറയാറുണ്ട് പ്രാർത്ഥിക്കാൻ സമയമില്ല. നമുക്ക് നടക്കുമ്പോൾ പ്രാർത്ഥിക്കാം, ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം, ബാത്റൂമിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാം. പല അവസ്ഥയിൽ പലപ്പോഴും നമ്മൾ തൂക്കുവാണെങ്കിലും തുടയ്ക്കുവാണെങ്കിലും കിച്ചണിൽ ജോലി ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. സ്തോത്രം. ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. കാരണം നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവമായിട്ടൊരു കണക്റ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് അവസ്ഥയിലും പ്രാർത്ഥിക്കുവാൻ കഴിയും. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞല്ലോ, ഞാൻ 2006 എനിക്ക് സ്ട്രോക്ക് വന്നിട്ട് എൻ്റെ ഒരു ഭാഗം തളർന്ന് ഊമയായിപ്പോയ ഒരു വ്യക്തിയാണ്, സംസാരശേഷി നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാണ്. ഇത് ഡോക്ടർമാർ ഈ മുംബൈയിലുള്ള ഹൈ ഹോസ്പിറ്റലെല്ലാം എന്നെ കൊണ്ടുപോയി. ഡോക്ടർമാരെല്ലാം പറഞ്ഞു ഞാൻ എഴുന്നേൽക്കയില്ല, സംസാരിക്കില്ല. പക്ഷേ ആ ഡോക്ടർ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ആണ് ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ. എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവ് പറഞ്ഞു, നീ മെഡിസിൻസ് കഴിക്കരുത്, നീ പ്രാർത്ഥന ദൈവം എനിക്ക് മറുപടി ചെയ്യുന്നത്. ആ പ്രാർത്ഥനയിലാണ് ദൈവം ഉള്ളിനുള്ളിൽ ഞാൻ യേശുവിൻ്റെ രക്തം ഉള്ളിനുള്ളിൽ എനിക്ക് സംസാരിക്കാൻ കഴിവില്ല, മറ്റുള്ളവർ എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞ്
പഠിപ്പിക്കാൻ കഴിവില്ല. ആ അവസ്ഥയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥനയിലാണ് ഹൃദയത്തെങ്കിൽ ധ്യാനത്തെങ്കിൽ തീ കത്തിയപ്പോഴാണ് ദൈവം അത്ഭുതം ചെയ്തത്. പ്രാർത്ഥനയെങ്കിലാണ് ദൈവം ഒരു മെഡിസിൻ പോലും കഴിക്കാതെ ദൈവം എന്നെ അത്ഭുതമായി സൗഖ്യമാക്കാൻ ഉണ്ടായിരുന്നു. പ്രിയ ദൈവ മക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഏത് അവസ്ഥയിലും ദൈവസന്നിധിയിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഹൃദയം കൊണ്ട്, എനിക്ക് പറഞ്ഞല്ലോ എനിക്ക് സംസാരിക്കാൻ കഴിവില്ല, പക്ഷേ ഹൃദയം കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായിത്തീരുന്നു. കണ്ണിക്കൂടെ കണ്ണുനീര് വന്നെങ്കിലും ഹൃദയം തകരുന്നത് ദൈവം കാണുവാനിടയായിത്തീരുന്നു. ആ ഹോസ്പിറ്റലിൽ ആ റൂമിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുവാനിടയായിത്തീരുന്നു. ദൈവം ഇതിൻ്റെ നിലവിളി കേൾക്കുവാനിടയായിത്തീരുന്നു. അപ്പോൾ നാം ഹല്ലേലൂയ സ്തോത്രം എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. 9 പറയുന്നു, ഐക്യതയോടെ പ്രാർത്ഥിക്കണം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് എൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അവിടെ ദൈവം ഇറങ്ങി വരുമെന്ന് ദൈവം പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 12:9, മത്തായി സുവിശേഷം 5:24 അത് പറയുന്നു. സ്തോത്രം. ഐക്യതയോട് പ്രാർത്ഥിക്കണം. ലഭിച്ചു എന്ന് മാതാപിതാക്കളായാലും കുഞ്ഞുങ്ങളായാലും കരങ്ങൾ കോർത്ത് പിടിച്ച് ഐക്യതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ ഇറങ്ങി വരും. ദൈവസഭ ഐക്യതയോട് പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിനെ കാരാഗൃഹത്തിൽ വിടുവിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഐക്യത വെളിപ്പെടണം, ദൈവസ്നേഹം വെളിപ്പെടണം, ഹൃദയം ഒന്നായിരിക്കണം. ചിന്തയും ഹല്ലേലൂയ പ്രവൃത്തികളും എല്ലാം ഒരേ ഹൃദയത്തിൽ ഒരേ ചിന്തയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ ഇറങ്ങി വരുവാനിടയായിത്തീരും. ആകയാൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ, ദൈവസന്നിധി തകർന്ന് കരയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ദിവസങ്ങളിൽ വീണ്ടും വിശ്വാസത്തോടെ ഉറപ്പോടെ കൽപ്പന പ്രമാണിച്ച് ഞങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിപ്പാൻ, ശുദ്ധീകരണത്തോടെ പ്രാർത്ഥിപ്പാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ, ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിപ്പാൻ, എപ്പോഴും പ്രാർത്ഥിപ്പാൻ, ഐക്യതയോട് പ്രാർത്ഥിപ്പാൻ ഒക്കെയും നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം ക്രിയിക്കണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരായി തീരുമാറണം. നിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ തകർക്കുവാൻ പിശാച് സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പാൻ കഴിയാതെ പല സമയത്ത് ഞങ്ങൾക്കായിട്ടുണ്ട് കർത്താവേ എന്ന് ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തെ പിശാച് കവർന്നിട്ടുണ്ടെന്നാൽ ഈ പകൽക്കാലം ഞങ്ങൾ മടക്കി പിടിക്കുകയാണ്. ദിവസങ്ങളിൽ പൂസിപ്പാൻ, പ്രാർത്ഥിക്കുവാൻ, കരയുവാൻ, മുഴങ്കാലിൽ പ്രാർത്ഥിക്കുവാൻ, കരയുവാൻ, നിലവിളിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധാവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ കുടുംബങ്ങളെയും, കർത്താവേ കുഞ്ഞുങ്ങളെയും കർത്താവ് സഹായിക്കണമേ, പ്രാർത്ഥിപ്പാൻ ഇവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുക്കണം. കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയെ മുന്നേറുവാൻ ഞങ്ങൾ സഹായിക്കണം. കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു.